എത്ര നല്ല തെങ്ങാന്ന് തേങ്ങീണ്ടാന്ന് തെങ്ങ് അത് മുറിച്ച് കളഞ്ഞിട്ട് നോക്കറാ അവർക്ക് ഇഷ്ടംപോലെ തേങ്ങീട്ടോണ്ടാകുമ്പോ ഇന്നത്തെ പണിയെടുത്ത് ഒരു കൊലനെ വിളിച്ചില്ല അത് കഴിയില്ല. തേങ്ങയാണെങ്കിൽ ഇത്ര വണ്ണം എന്നാലും അവർക്ക് അല്ല അത് മുറിക്കണ്ടിക്കല് 3000 റുപ്യ അങ്ങനെ വേണം പോലും. കളി അത്ര തേങ്ങ പൈസ കൊടുത്ത് മേടിക്കേണ്ടിയിരുന്നു. അതല്ലേ പറഞ്ഞ നോക്കറ ആ തൈ മുറിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്ന തൈ അത്ര പേരെ തൈ നട്ടിട്ട് ഉണ്ടാക്കണ്ടിക്കല്. അത്രയും അതിന്റെ പോലെ നട്ടിച്ച് ഇപ്പൊ വെച്ചൊന്നും അതിന്റെ അല്ല അതെല്ലാം മുറിക്കുന്ന അവസ്ഥക്ക് നമ്മളെല്ലാം തൈ നോക്കറ വീട്ടില് ഞാനിട്ടേ ഉള്ളൂ. ആ അവസ്ഥക്ക് എനക്ക് പേടിച്ചിട്ട് ഞാൻ കനക്ക് എന്തോ വലിയ ചെയ്യേണ്ടത് അത് ഇങ്ങോട്ടാണ് അല്ല ആ തൈ നോക്കറാ എന്നാലപ്പോ എത്ര നേരം തേങ്ങിന്റെ ഒന്ന് കഴിക്കുന്ന മരായാലും വീട്ടിൽ ഞാൻ മുറിക്കണം ഇപ്പൊ നോക്കറ നോന്തായത്തിന് വേണ്ടിയാവുള്ളത്. എനിക്കിപ്പോ അത് മുറിച്ചിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല സമാധാനത്തിന്. ഇതെല്ലാം പോയി കേട്ടാ. ഒരു പാടുണ്ട് അതിന്റെ മേല ഇപ്പൊ വന്നാൽ തിന്നേണ്ടത് ആർക്കെങ്കിലും കൊടുക്കാലോ ഉപയോഗിക്കാലോ ഞാൻ മുറിക്കാണ്ടിരിക്കുന്നു. കുറച്ച് ഫ്രിഡ്ജിൽ കൊടുത്താൽ പോയിപ്പോന്നില്ലല്ലോ. അത്രയാ ഉള്ളെന്ന് ഇതന്നെയല്ലേ ഇപ്പൊ മഴക്കാലത്ത് ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ ഞാൻ ഇത് മുറിക്കാത്തത്. ഒരുപാടുണ്ട് അതിന്റെ മേല മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ആർക്കൊന്നും ഇട്ടിപ്പഞ്ഞുണ്ടെങ്കിലേ ഇത് കൊടുത്താല് കുട്ടിയെക്കാലം നല്ലതാണ്. നല്ല സാധനമാണ് എല്ലാവർക്കും അതെ. ഇത് വാങ്ങാൻ കിട്ടാനുണ്ടാ ഇപ്പല്ലേ വീട് വെച്ചിട്ട് വന്നത്. ഒരു വീട് ഇപ്പൊ ക്യാൻസർ രോഗത്തിനെല്ലാം പൈസ കൊടുത്തിട്ട് ആള് വാങ്ങും. അന്നേരം തേങ്ങക്ക് ഇപ്പൊ എന്താ ചെയ്യാ? തേങ്ങ വേണമെന്നിട്ട് വീട്ടില് വന്നു വീണാലോ പിന്നെ വീടുണ്ടാവുവാടാ. തേങ്ങ പൈസ കൊടുത്ത് ചോദിച്ചോ ഇപ്പൊ എന്താ വേണ്ടേ? പക്ഷെ അങ്ങനെയല്ലേ ഇതൊരു പാട് പൈസ വേണം പോലും മുറിക്കേ. മുറിക്കാൻ പാട് ചോദിച്ചോളൂ. 5000 റുപ്യല്ലോ ആലോചിച്ച് നോക്കറാ. വീട്ടിൽ വീണാലോ 3500 മുറിക്കാൻ പണിയുണ്ട്. എല്ലാം മുറിക്കാൻ മതി ഇങ്ങോട്ടിനേക്കും ആവൂല. അവര് കഷ്ണമില്ല കിട്ടുന്ന തേങ്ങയാണത്. മക്കൾക്കും കൊടുക്കുന്ന അതിന്റെ അകത്ത് വറച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും കൊടുക്കാനും ഉണ്ടാവില്ല. അതന്നെയാ പറയുന്നത്. ഇതിനെ ചെയ്യേണ്ടതൊന്നും